നമസ്കാരം. ഹിരോഷിമ നാഗസാക്കി അനുസ്മരണവും പീസ് ടോക്കും സംഘടിപ്പിച്ചു. അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എറണാകുളം ജില്ലയുടെ നേതൃത്വത്തിൽ സമാധാനം കൊതിക്കുന്ന ലോകം എന്ന പ്രമേയത്തിൽ ഹിരോഷിമ നാഗസാക്കി അനുസ്മരണവും പീസ് ടോക്കും സംഘടിപ്പിച്ചു. എറണാകുളം YMCA ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി കുലരത്നം ജ്ഞാനതപസി മുഖ്യ പ്രഭാഷണം നടത്തി. ലോകം യുദ്ധമുനമ്പിലാണെന്നും യുദ്ധം നിർത്താൻ കഴിയാത്തത് നിർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് ആലോചിച്ച് വിഷണ്ണരായി നിൽക്കുന്ന സമയത്ത് അധികാരത്തിന്റെയും സമ്പത്തിന്റെയും പ്രശസ്തിയുടെയും പ്രലോഭനങ്ങളുടെയും ഒക്കെ പുറകെ നെട്ടോട്ടമോടുന്ന നമ്മുടെ ഇടയിൽ ജീവിക്കുവാൻ വേണ്ടി നിലവിളി കൂട്ടുന്ന ഒട്ടനവധി ആളുകൾ, അവരുടെ രോദനങ്ങളാണ് എല്ലാ ദിവസവും നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് കേൾക്കുവാൻ സാധിക്കുന്നു. ജില്ലാ അമീർ TK അബൂബക്കർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നീതിനിഷേധവും വൻ ശക്തികളുടെ കടന്നുകയറ്റവുമാണ് സംഘർഷങ്ങളുടെ പ്രധാന കാരണമെന്നും മനുഷ്യരാശി സ്വയം നാശത്തിലേക്ക് നീങ്ങുകയാണെന്നും അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം EH നജീബ് വിഷയാവതരണം നടത്തിക്കൊണ്ട് പറഞ്ഞു. ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ മനുഷ്യർ നേടിയ പുരോഗതിയെ ഏതാനും ദിവസങ്ങളിൽ കൈവരിക്കാൻ ശാസ്ത്രം സഹായിച്ചപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പോലും നശിപ്പിക്കാൻ സാധ്യമാകാത്ത ഈ ഭൂമിയെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നശിപ്പിക്കാനുള്ള ആണവായുധവും അതേ ശാസ്ത്രം സൃഷ്ടിച്ചു. മനുഷ്യ പുരോഗതിയുടെ ഏറ്റവും വലിയ അനുഗ്രഹവും വെല്ലുവിളിയും ഒരേ കൈകളിലാണ് എന്നതാണ് നമ്മുടെ കാലത്തിന്റെ ഏറ്റവും വലിയ വിരോധാഭാസം. സാഹിത്യകാരൻ ME ബെന്നി, മാധ്യമപ്രവർത്തകൻ റിജ്ഞറിബല്ലോ, ജസ്റ്റിസ് PS ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു സമാധാനത്തിന്റെ സന്ദേശമുണ്ടാകണം. അങ്ങനെ സമാധാനത്തിന്റെ സന്ദേശമുണ്ടായാൽ നമുക്ക് സുഖമായി വസിക്കാം, ഈ ഭൂമിയിൽ വസിക്കാം. ഇപ്പോൾ മതത്തിന്റെ പേരിൽ ഭിന്നത കാണിക്കുന്നുണ്ട് ചിലർ. കൊച്ചി.